തീവണ്ടിയിലെ ബെർത്ത് പൊട്ടിവീണ് മലപ്പുറം മാറഞ്ചേരിക്കാരൻ അതിദാരുണമായി മരിച്ചത് വിശ്വസിക്കാനാകാതെ നാട്ടുകാർ. സ്വന്തം സന്തോഷത്തിനപ്പുറം മറ്റുള്ളവർക്ക് സഹായവുമായി ഓടി നടന്ന മാറഞ്ചേരി വടമുക്ക് സ്വദേശി അലിഖാന്റെ മരണം സംഭവിച്ചതും കൂട്ടുകാരന്റെ ആവശ്യത്തിനായുള്ള യാത്രയിലാണ്. സുഹൃത്തും കുന്നംകുളം സ്വദേശിയുമായ മുഹമ്മദ് കുട്ടിയുടെ ലുധിയാനയിൽ പഠിക്കുന്ന മരുമകളെ ഡൽഹിയിലെത്തി നാട്ടിലേക്ക് കൊണ്ടുവരാനായി മുഹമ്മദ് കുട്ടിക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലാണ് അലിഖാന്റെ അപ്രതീക്ഷിത വിയോഗം. ഈ മാസം 15-ന് രാത്രി 8:15-നാണ് തൃശൂരിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ സുഹൃത്തിനൊപ്പം സഞ്ചരിക്കുകയായിരുന്നു അലിഖാൻ. 16-ാം തീയതി വൈകിട്ട് 5:30-യോടെ താഴത്തെ ബർത്തിൽ കിടക്കുകയായിരുന്നു അലിഖാൻ. തെലങ്കാനയിലെ രാമകുണ്ടം സ്റ്റേഷന് സമീപത്തെത്തിയപ്പോൾ സെൻട്രൽ ബർത്ത് പൊട്ടിവീണ് കഴുത്തിൽ വന്നടിച്ച് പെരടിയിലെ 3 എല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ക്ഷതം വരികയുമായിരുന്നു. അതിനെ തുടർന്ന് കൈകളും കാലുകളും തളർന്നുപോയി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തൊട്ടടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുകയും മുഹമ്മദ് കുട്ടിയും റെയിൽവേ അധികൃതരും ചേർന്ന് അലിഖാനെ വാറങ്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ ബന്ധുക്കൾ സ്ഥലത്തെത്തി വിദഗ്ധ ചികിത്സക്കായി ഹൈദരാബാദിലെ കിംസൺ ഷൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും തിങ്കളാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത്. കൂട്ടുകാരനൊപ്പം ഡൽഹിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ജൂൺ 25-ന് തിരിക്കുന്നതിന് വേണ്ടി മടക്ക ടിക്കറ്റ് എടുത്താണ് ഇവർ പോയത്. പോസ്റ്റ്മോർട്ടത്തിനും നടപടിക്രമങ്ങൾക്കും ശേഷം ചൊവ്വാഴ്ച അർദ്ധരാത്രി എത്തിച്ച മയ്യത്ത് ബുധനാഴ്ച കാലത്ത് 10 മണിക്ക് ഖബറടക്കം നടന്നു. റെയിൽവേ അധികൃതർ നല്ല രീതിയിൽ സഹകരിച്ചുവെന്നും നഷ്ടപരിഹാരമടക്കമുള്ള കാര്യങ്ങൾക്ക് നിയമപരമായ നടപടികൾ കൈക്കൊള്ളുമെന്നും സഹോദരങ്ങളായ അബ്ദുള്ളക്കുട്ടി, ഉമർ, ബക്കർ എന്നിവർ അറിയിച്ചു. ഫാർമസിസ്റ്റായി വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരികയായിരുന്നു അലിഖാൻ. ഏക മകൾ ഷെസ PG കഴിഞ്ഞ് ജോലി ചെയ്തു വരികയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 3 വെർട്ടിബ്രാസ് നെയ്പ്പ് എന്ന് പറയില്ല, ഇവിടെ ഇത് നെയ്പ്പാന്ന് പറയുക. ആ നെയ്പ്പിലുള്ള 3 വെർട്ടിബ്രാസാണ് ബ്രോക്കൺ ആയിട്ടുള്ളത്. അവിടെയുള്ള സ്പൈനൽ കോഡും ഏകദേശം ഡാമേജ് ആയിരിക്കുന്നു. അതുകൊണ്ട് ബ്രെയിനിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് അവർ എന്നെ പറഞ്ഞു വി കനോട്ട് ഗിവ് ഡോക്ടർ. അവിടുത്തെ നല്ല ഡോക്ടേഴ്സ്, നല്ല ഹോസ്പിറ്റലുമാണ്, എല്ലാം മാക്സിമം നല്ല ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് അവനൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. പിന്നെ വേറെ എന്തൊക്കെ പറയണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ സർജറി കഴിഞ്ഞിട്ട് പിന്നെ അധികം സംസാരിച്ചിട്ടില്ല, കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ അഡ്വൈസ് ചെയ്തു, ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്താൽ ഇറ്റ് ഈസ് ഓൺ ദ വേ, സംതിങ് മേ ഹാപ്പൻ ഓൺ ദ വേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിർത്തി. എന്നിട്ട് പിന്നെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്തു. അപ്പോൾ പിന്നെ BP വളരെ ലോ ആയി, ബ്ലഡിലെ ഓക്സിജൻ ലെവൽ വളരെ താഴെ വന്നു. അപ്പോൾ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഒരു 10:30-11 മണിക്ക് ഡെത്ത് സംഭവിച്ചു. 24-ന്. ഈ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കേസുണ്ട്. റെയിൽവേ പോലീസൊക്കെ വന്നിരുന്നു. റെയിൽവേയാണ് ഇവിടുന്ന് എല്ലാം ഷിഫ്റ്റും ചെയ്തത്. അപ്പുറം രാമകുണ്ടൽ വിട്ടു, വാറങ്കൽ എൻ്റെ വിളിച്ച് റെയിൽവേ എല്ലാം ചെയ്തു. ഇപ്പോൾ കേസുണ്ട്. അവിടെ എല്ലാ ഞങ്ങൾ ഡോക്യുമെൻറ്റ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവരിനി എൻക്വയറി നടത്തും. അവർ ഇതൊക്കെ തന്നിട്ടുണ്ട്. അവർ പിന്നെ ട്രെയിനിൽ നിന്നുള്ള TTയുടെ ഇതടക്കം എല്ലാ നോട്ട്സും തന്നിട്ടുണ്ട്. അതിലുണ്ട്. ഇപ്പോൾ അവർ എൻക്വയറി നടത്തിട്ട്